വികസിത കേരളം എന്നുള്ള മുദ്രാവാക്യവുമായി സംസ്ഥാനത്തെ 30 ജില്ലകളിലും യാത്ര ആരംഭിച്ചിട്ടുള്ള ബഹുമാന്യനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി, വേദിയിലും സദസ്സിലുമുള്ള പാർട്ടിയുടെ നേതാക്കളെ, NDA നേതാക്കളെ, മറ്റ് സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, സഹപ്രവർത്തകരെ, എല്ലാവർക്കും നമസ്കാരം. കാശ്മീരിലെ ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ആദ്യമായി ആദരാഞ്ജലികൾ അർപ്പിക്കുക. ഭീകരവാദം എന്നുള്ളത് ഭീരുത്വമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ ജമ്മു കാശ്മീർ വികസനത്തിന്റെ പാതയിലൂടെ കുതിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് അതിർത്തി കടന്നു വന്നിട്ടുള്ള ശത്രുക്കൾ നിരപരാധികളുടെ മുകളിൽ നിറയൊഴിച്ചത്. നിങ്ങളൊരു പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു കാണും. ഇതിനു മുൻപുള്ള UPA സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്ന ഭീകരാക്രമണങ്ങൾ, ആ ഭീകരാക്രമണങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഇന്നലെ ജനങ്ങൾ അതിനോട് പ്രതികരിച്ചത്. ഇന്നലെ കാശ്മീരിൽ മുഴുവൻ, ജമ്മു കാശ്മീരിന്റെ എല്ലാ ഭാഗങ്ങളിലും ജനങ്ങൾ പാകിസ്ഥാന്റെ ഈ ഭീകരവാദത്തിനെതിരായിട്ട് പ്രതിഷേധിച്ചുകൊണ്ട് തെരുവിലിറങ്ങി. ചരിത്രത്തിൽ ആദ്യമായിട്ട് ജമ്മു കാശ്മീരിലെ ജനങ്ങൾ ഭീകരതയ്ക്കെതിരായിട്ട് ശബ്ദമുയർത്തുന്ന ആ കാഴ്ച നമ്മൾ ഇന്നലെ കണ്ടു. കാരണം 2019 ശേഷം 370-ാം വകുപ്പ് എടുത്തുമാറ്റിയതിനു ശേഷം ജമ്മു കാശ്മീരിനുണ്ടായിട്ടുള്ള വികസനം, ആ വികസനം അവിടുത്തെ പ്രാദേശിക ജനതയുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് സഹായിച്ചു എന്നുള്ളത് കൊണ്ടാണ് അതിന് വിഘാതം സൃഷ്ടിക്കുന്ന ഇത്തരം നടപടികൾക്കെതിരായിട്ട് അവിടുത്തെ ജനങ്ങൾ തന്നെ തെരുവിലിറങ്ങിയത്. 2024 മാത്രം 2.4 കോടി വിനോദസഞ്ചാരികളാണ് ജമ്മു കാശ്മീരിലെത്തിയത്. പാകിസ്ഥാൻ ഒട്ടും സന്തോഷം തരുന്ന ഒരു കാര്യമല്ല. ജമ്മു കാശ്മീർ വികസനത്തിലൂടെ മുന്നോട്ട് പോവുകയാണ്. റോഡുകളും പാലങ്ങളും കുടിവെള്ളവും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഉൾപ്പെടെ ജമ്മു കാശ്മീരിന്റെ വിവിധ പ്രദേശങ്ങളിൽ വികസനം എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസത്തെ പെഹൽഗാമിലെ സംഭവം നടന്നത്. ഭീകരവാദത്തോട് സന്ധിയില്ലാത്ത നിലപാടെടുത്തിട്ടുള്ള പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. അതുകൊണ്ട് തന്നെ ബഹുമാന്യനായിട്ടുള്ള പ്രധാനമന്ത്രി പറഞ്ഞു, ഭീകരവാദികൾക്ക് ഈ രാജ്യം ശക്തമായിട്ടുള്ള മറുപടി നൽകും. നരേന്ദ്രമോദി വെറും വാക്ക് പറയുന്ന ഒരാളല്ല എന്ന് നമുക്കറിയാം. നരേന്ദ്രമോദി പറഞ്ഞാൽ അത് പറഞ്ഞത് പ്രാവർത്തികമാക്കുന്ന ആളാണ് നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള പ്രധാനമന്ത്രി. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ദിവസം ഈ 28 പേരെ കൊലപ്പെടുത്തിയപ്പോൾ മുഴുവൻ ആളുകളും നിങ്ങൾ ഹിന്ദുവാണോ എന്ന് അന്വേഷിച്ച് ഉറപ്പുവരുത്തിയിട്ടാണ് ഈ 28 പേരെ കൊലപ്പെടുത്തിയത്. ഹിന്ദുവായതിന്റെ പേരിലാണ് അവർ നിഷ്കരണം കൊലപ്പെടുത്തിയത്. അങ്ങനെയുള്ള ഒരു ഭീകരവാദം, ആ ഭീകരവാദത്തിനെതിരായിട്ടുള്ള പോരാട്ടമാണ് ഇന്ന് രാജ്യം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കേരളത്തിലേക്ക് വന്നാൽ, കേരളത്തിലെ ഈ സർക്കാരിന്റെ 4ാം വാർഷികവും പാർട്ടി ഓഫീസിന്റെ ഉദ്ഘാടനവും ഒക്കെ നടക്കുകയാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗാസയിലെ ജനങ്ങൾക്ക് വേണ്ടി കണ്ണീരൊഴുക്കുന്ന പാർട്ടിയാണ്. ഗാസയിലെ ജനങ്ങളുടെ മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് ശബ്ദമുയർത്തുന്ന പാർട്ടിയാണ്. ഗാസയിലെ ജനങ്ങൾക്ക് മനുഷ്യാവകാശങ്ങളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് കണ്ണീരൊഴുക്കുന്ന ആളുകൾ എന്തുകൊണ്ട് പെഹൽഗാവിൽ കൊല്ലപ്പെട്ട 28 പേരുടെ അവരുടെ മനുഷ്യാവകാശങ്ങൾ കാണുന്നില്ല? എന്തുകൊണ്ട് അവർക്ക് വേണ്ടി കണ്ണീരൊഴുക്കാൻ എന്തുകൊണ്ട് ഈ പാർട്ടിയുടെ CPM-ന്റെ ഒരു നേതാവും തയ്യാറല്ല? അവർ ഹിന്ദുക്കളായതുകൊണ്ടാണോ, അതോ മറുവശത്ത് പാകിസ്ഥാൻ ആയതുകൊണ്ടാണോ? കാരണം മറുവശത്ത് പാകിസ്ഥാൻ ആയതുകൊണ്ടാണോ എന്നുള്ള ചോദ്യം ഞാൻ ചോദിക്കുന്നതിന്റെ കാരണം,
എക്കാലത്തും പാകിസ്ഥാനെ അനുകൂലിച്ചിട്ടുള്ള ആളുകളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ചരിത്രം പരിശോധിച്ചാൽ അറിയാം, മുഹമ്മദ് അലി ജിന്നയുടെ ദ്വിരാഷ്ട്രവാദം, ഇന്ത്യയും പാകിസ്ഥാനും രണ്ട് നാടുകളാകണം, രണ്ട് രാജ്യങ്ങളാകണം എന്നുള്ള വാദത്തെ പിന്തുണച്ച ആളുകളാണ് അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതേ പാതയാണ് ഇന്നും CPM പിന്തുടരുന്നത്. അതുകൊണ്ടാണ് ഈ രാജ്യം ഈ ആക്രമണത്തിന് ശേഷം ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഈ അവസരത്തിൽ CPM-ന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പറഞ്ഞത് 370-ാം വകുപ്പ് പുനഃസ്ഥാപിക്കണം, അതിലൂടെ മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ കഴിയുള്ളൂ എന്നാണ്. പാകിസ്ഥാൻ അനുകൂലികളായിട്ടുള്ള ആളുകൾ, ആ പാകിസ്ഥാൻ അനുകൂലികളായിട്ടുള്ള ആളുകള് ഇന്നും ഈ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള ആളുകളാണ് ഒരു വശത്ത് 28 പേരെ കൊലപാതകം നടക്കുമ്പോ ഇവിടെ പാർട്ടി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് ആഹ്ലാദിക്കുന്നത്. നമ്മുടെ നാട്ടിൽ, നമ്മുടെ വീട്ടിൽ ഒരാളുടെ മരണം നടന്നാൽ നമ്മൾ ആ ചടങ്ങ് കഴിയുന്നവരെ നമ്മളെല്ലാം മംഗളകർമ്മങ്ങളും മാറ്റിവെക്കും. അതാണ് നമ്മുടെ സംസ്കാരം. ഇവിടെ മിനിയാന്ന് മരണം നടന്ന് അവരുടെ മൃതദേഹങ്ങൾ പട്ടണയിൽ അടങ്ങുന്നതിന് മുൻപേ തിരുവനന്തപുരത്ത് CPM-ന്റെ സംസ്ഥാന ഓഫീസ് എന്നുള്ള നിലയിൽ 9 നില കെട്ടിടം, ആ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടത്തി ആഘോഷം നടത്തിയ ആളുകളുടെ കൂറ് ഈ നാട്ടിലെ ജനങ്ങളോടാണോ, അതോ ഇപ്പോഴും ആ പാകിസ്ഥാനെ പിന്തുണച്ച അതേ സമീപനമാണോ CPM-നുള്ളത് എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത്. ബഹുമാനനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ കഴിഞ്ഞ 9 വർഷക്കാലത്തെ സർക്കാരിന്റെ വികസനത്തിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് തുറന്നു കാട്ടി. വലിയ വികസന കുതിപ്പുണ്ടാക്കി എന്നാണ് CPM അവകാശപ്പെടുന്നത്. എന്താ യാഥാർത്ഥ്യം? അവര് പറയുന്ന ഏറ്റവും വലിയ നേട്ടം എന്താ? ഈ സംസ്ഥാനത്ത് ദേശീയപാതകൾ ഉണ്ടാക്കി. ആരാ ഉണ്ടാക്കിയത്? എന്താ ഈ കേരള സർക്കാരിന് അതിലെ പങ്ക്? കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ദേശീയപാതകൾ നിർമ്മിക്കപ്പെട്ടത് എന്ന് നമുക്കറിയാം. പക്ഷെ കേരളത്തിലെ ഈ പ്രചരണം CPM മാത്രം നടത്തുകയല്ല, മാധ്യമങ്ങളിലൂടെ അടക്കം ആ പ്രചരണത്തിന്റെ അലയൊലികൾ നമ്മൾ കേൾക്കുന്നു. കാരണം വാരിക്കോരി പരസ്യം കൊടുത്തുകൊണ്ടാണ് മാധ്യമങ്ങളെ അടക്കം CPM സർക്കാരിന്റെ ഇല്ലാത്ത കഥകൾ, പൊലിപ്പിച്ച കഥകൾ, ആ കഥകൾ ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ യഥാർത്ഥ സ്ഥിതി, വ്യവസായങ്ങൾ ഉണ്ടാകാൻ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാകാൻ, വ്യവസായങ്ങൾ ഉണ്ടാകണമെങ്കിൽ കേരളത്തിൽ അതിനുള്ള സാഹചര്യം ഉണ്ടാകണം. മുഖ്യമന്ത്രിയുടെ മകള് തന്നെ കൈക്കൂലി വാങ്ങുന്ന ആരോപണം ഉയരുന്ന ഒരു സാഹചര്യം, ആ സാഹചര്യത്തിൽ എങ്ങനെ വ്യവസായികൾ കേരളത്തിൽ നിക്ഷേപത്തിന് വരും? നിക്ഷേപ സംഗമം നടത്തിയതുകൊണ്ട് നിക്ഷേപം വരില്ല. 10,000 കോടിയുടെ നിക്ഷേപം, 70,000 കോടിയുടെ തൊഴിലവസരം എന്നൊക്കെ നമ്മുടെ വ്യവസായ മന്ത്രി പറയും. പക്ഷേ യാഥാർത്ഥ്യം എന്താണ്? ബഹുമാന്യായിട്ടുള്ള ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ പറഞ്ഞത്, ആ പ്രസംഗം നിങ്ങൾ കേട്ട് കാണും. വിഴിഞ്ഞം തുറമുഖം വരുന്നു, ബഹുമാന്യനായിട്ടുള്ള പ്രധാനമന്ത്രി അടുത്ത ദിവസം അത് കമ്മീഷൻ ചെയ്യുമെന്ന് പറയുന്നു. പക്ഷേ വിഴിഞ്ഞം തുറമുഖത്ത് വരുന്ന ട്രാൻസ്ഷിപ്മെന്റ് കണ്ടെയ്നർ ടെർമിനലിൽ ഇറക്കുന്ന കണ്ടെയ്നറുകൾ അവിടെ ഇറക്കിയതിനു ശേഷം എങ്ങോട്ട് പോകും? അത് കേരളത്തിൽ പ്രയോജനമുണ്ടാകുന്ന തരത്തിൽ കേരളത്തിൽ അതിനു വേണ്ടിയിട്ടുള്ള അനുബന്ധ വ്യവസായങ്ങൾ വരാനുള്ള സാഹചര്യം, ആ സാഹചര്യം കേരളത്തിലുണ്ടോ? അതിനു വേണ്ടിയിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇതില്ലാതെ എങ്ങനെ വികസനമുണ്ടാകും? അതുകൊണ്ട് ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം രാജ്യം മുഴുവൻ ഉണ്ടായിട്ടുള്ള വികസനം, രാജ്യം മുഴുവൻ ഉണ്ടായിട്ടുള്ള പുരോഗതി, രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും എല്ലാവർക്കും കുടിവെള്ളം, എല്ലാവർക്കും വീടുകൾ, എല്ലാവർക്കും റോഡുകൾ, ഇത് ഉറപ്പുവരുത്താൻ വേണ്ടി കഴിഞ്ഞ 11 വർഷക്കാലമായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പരിശ്രമം, ആ പരിശ്രമം കേരളത്തിലെ ജനങ്ങൾക്ക് ലഭ്യമാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢാലോചനയാണ് കേരളം ഭരിക്കുന്ന സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നരേന്ദ്രമോദി ആവാസ് ആപ്പ്, പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ ഭാഗമായി
വീട് കിട്ടാത്ത ആളുകൾക്ക് വീട് ലഭിക്കാൻ ആവാസ് ആപ്പിൽ ആർക്ക് വേണമെങ്കിലും എൻട്രി ചെയ്യാം എന്ന് പറഞ്ഞ ആവാസ് ആപ്പ് പുറത്തിറക്കുമ്പോ കേരള ഗവൺമെന്റ് പറയുന്നത് 2018 തയ്യാറാക്കിയ ലൈഫ് പദ്ധതിക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയ പട്ടികയിൽ നിന്ന് മാത്രം ആളുകളുടെ പേരുകൾ നിർദ്ദേശിക്കണം. 2018 എങ്ങനെയാ തയ്യാറാക്കിയത് നമുക്കറിയാം. അന്ന് തയ്യാറാക്കിയപ്പോ എത്ര പരാതികൾ ഉണ്ടായിന്നറിയാം. അന്ന് അർഹരായിട്ടുള്ള നിരവധി പേർക്ക് നിഷേധിക്കപ്പെട്ടത് അറിയാം. രാഷ്ട്രീയ കാരണങ്ങളാൽ പട്ടികയിൽ ഉൾപ്പെടുത്താത്തതിന് നമുക്കറിയാം. ജനങ്ങൾക്ക് നേരിട്ട് ഈ ആവാസ് ആപ്പിൽ അവരുടെ വിവരങ്ങൾ എൻട്രി ചെയ്യാനുള്ള അവസരം നരേന്ദ്രമോദി നൽകുമ്പോൾ അതിൽ നിന്ന് ഗുണഭോക്താക്കളെ തെരഞ്ഞെടുക്കാൻ കേന്ദ്ര സർക്കാർ സന്നദ്ധരാണെങ്കിൽ, കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടില്ല ബിജെപിക്കാരാണോ കോൺഗ്രസുകാരാണോ CPM-കാരാണോ ഹിന്ദുവാണോ മുസ്ലിമാണോ ക്രിസ്ത്യാനിയാണോ എന്ന് നോക്കിയിട്ടല്ല. പകരം വീടില്ലാത്തവർക്ക് എല്ലാവർക്കും ആവാസ് ആപ്പിൽ എൻട്രി ചെയ്യാം. ഇവിടെ കേരള സർക്കാർ പറയാണ് ആവാസ് ആപ്പ് അല്ല, 2018 തയ്യാറാക്കിയ പട്ടിക, ആ പട്ടികയുടെ അടിസ്ഥാനത്തിലാണ് ചെയ്യാൻ പോകുന്നത്. ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരുടെ ദൗത്യം അർഹരായവർക്ക് മുഴുവൻ, ഗുണഭോക്താക്കളാകേണ്ടവർക്ക് മുഴുവൻ, അവർക്ക് മുഴുവൻ ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്നു എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം. ആ പരിശ്രമമാണ് ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു പാർട്ടിയുടെ പ്രവർത്തകർ എന്നുള്ള നിലയിൽ നമ്മുടെ ദൗത്യം. അതിനുവേണ്ടിയാണ് ബഹുമാന്യനായിട്ടുള്ള അധ്യക്ഷൻ കഴിഞ്ഞ ദിവസം ആഹ്വാനം ചെയ്തു, നമുക്ക് ഹെൽപ്പ് ഡെസ്കുകൾ വേണം. ഹെൽപ്പ് ഡെസ്ക്, നമ്മുടെ ഓരോ ഓഫീസും ഹെൽപ്പ് ഡെസ്ക് ആവണം, ഓരോ പ്രവർത്തകനും ഹെൽപ്പ് ഡെസ്കിന്റെ ഭാഗമാകണം. അങ്ങനെ വരണമെങ്കിൽ ആവാസ് ആപ്പിൽ നമ്മുടെ നാട്ടിലെ അർഹരായിട്ടുള്ള മുഴുവൻ ആളുകളുടെയും പേരുകൾ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിന്റെ മുന്നിൽ ആ പട്ടികയെത്തും. നാളെ കേന്ദ്ര സർക്കാരിന് കേരളത്തിലെ സർക്കാരിനോട് ചോദിക്കാൻ പറ്റും, നിങ്ങളുടെ നാട്ടില് 12 ലക്ഷത്തോളം ആളുകള് വീടില്ലാത്തവരായിട്ട് ഇന്ന് കേരളത്തിലുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ലൈഫ് പട്ടികയിൽ ബാക്കിയുള്ളത് കഷ്ടിച്ച് 3 ലക്ഷം ആളുകളാണ്. ബാക്കി 9 ലക്ഷം ആളുകൾക്ക് എന്തുകൊണ്ട് വീട് കൊടുക്കാൻ പാടില്ല? ഈ 12 ലക്ഷത്തിന്റെ പട്ടിക കേന്ദ്ര സർക്കാരിന്റെ മുന്നിലെത്തിക്കാനുള്ള ഉത്തരവാദിത്തം, ആ ഉത്തരവാദിത്തം കൂടി നിറവേറ്റാൻ, അതാണ് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ ജനങ്ങളോടൊപ്പമാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യമാകാൻ, അതിനു വേണ്ടിയിട്ട് പാർട്ടി നോക്കാതെ, മതം നോക്കാതെ, സമുദായം നോക്കാതെ ഈ സംസ്ഥാനത്തെ, നമ്മുടെ പ്രദേശത്തെ, ഈ സിറ്റിയില് വീടില്ലാത്തവരായിട്ടുള്ള മുഴുവൻ ആളുകളുടെയും പേരുകൾ, ആ പേരുകൾ ബഹുമാനനായിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ സർക്കാരിന്റെ മുന്നിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ നടത്തണം. അതിലൂടെയാണ് നമുക്ക് വികസിതമായിട്ടുള്ള കേരളം, ആ വികസിതമായിട്ടുള്ള കേരളം സാധ്യമാക്കാൻ കഴിയുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.